നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മളിന്ന് വന്നിട്ടുള്ളത് ട്രിവാൻഡ്രം ജില്ലയിലെ പൂന്തറയാണ്. അപ്പം നമ്മുടെ ഈ പുറകിൽ കാണുന്ന ഈ ഒരു സ്ഥലമേ പരിചിതമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ കാണും. കാരണം പൂന്തറ വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരുപാട് ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ സ്ഥിരം വലിയ വലിയ മീനൊക്കെ കൊണ്ടുവരുന്നതും വള്ളങ്ങളൊക്കെ ഓടി വരുന്ന ഒരു കാഴ്ചയൊക്കെ കാണുന്ന ഒരു സ്ഥലമാണ് ഇതാ നമ്മുടെ ഈ പുറകിൽ കാണുന്ന ഒരു സ്ഥലമേ. അപ്പോൾ ഇതിൻ്റെ ഒരു വിശേഷം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മൺസൂൺ കാലഘട്ടം തുടങ്ങിയതിന് ശേഷം ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം മുട്ടിച്ച ഒരു സംഭവമാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ കാണുന്ന ഒരു കാഴ്ച കാണുമ്പോഴേ നമ്മുടെ കൂട്ടുകാർക്ക് മനസ്സിലാവും. കാരണം നേരത്തേക്ക്, അതായത് ഈ ജൂണിന് മുൻപുള്ള മാസങ്ങളിൽ നമ്മുടെ പൂന്തറ ഫിഷ് ലാൻഡ് എന്നുള്ള ഒരു സംഭവം ഈ അവസ്ഥയിലായിരുന്നില്ല. കാരണം ഇവിടെ ആയിരക്കണക്കിന് വള്ളക്കാരൊക്കെ ഓടി വരികയും അവരുടെ മീനൊക്കെ ഇവിടെ വിപണനം നടത്തുന്ന ഒരു ഏരിയയും കൂടെയാണ്. പൂന്തറക്കാരുടെ ഫിഷ് ലാൻഡാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോഴുള്ള ഒരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കടൽ, അതായത് നമ്മുടെ മൺസൂൺ കാലത്തോടനുബന്ധിച്ചിട്ടുള്ള ആ ഒരു തിരയിളക്കം കാരണം ഈ കാണുന്ന കല്ലൊക്കെ പൊന്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇത് കാരണമാണ് ഈ ഒരു 4 മാസം, മാക്സിമം ഒരു 5 മാസമെങ്കിലും നമ്മുടെ വിഴിഞ്ഞം കടപ്പുറം, വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബർ, ഈ പൂന്തറ നിവാസികളും അതുപോലെ തന്നെ ഒട്ടനവധി തീരദേശത്തുള്ള ആൾക്കാരും ആശ്രയിക്കുന്നത് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറമാണ് കേട്ടോ, വിഴിഞ്ഞം ഫിഷ് ലാൻഡാണ്. അപ്പോൾ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെ ശക്തമായിട്ട് അടിക്കുന്ന തിരമാല കാരണം വള്ളങ്ങൾ ഓടി അടുപ്പിക്കാനോ അതുപോലെ വള്ളങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെട്ടു പോകാനോ പറ്റാത്ത അവസ്ഥകളാണ്. അപ്പോൾ ഏകദേശം ഒരു 6 മാസമെങ്കിലാകും കേട്ടോ ഇതൊരു പഴയ കണക്കിനാകണമെങ്കിൽ. നമ്മൾ ഇതാണ്ട് ഈ കാണുന്ന പരിസരത്താണ് മീനിൻ്റെ ലേലവിളിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന കല്ലൊക്കെ മൂടി വരാനായിട്ട് ഏതായാലും ഒരു 6 മാസമെങ്കിലും കുറഞ്ഞതാകും. അപ്പോൾ ഇത്രയും മാസം നമ്മുടെ വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബർ തന്നെയാണ് ഇവരുടെ ഏക ആശ്രയം എന്ന് പറയുന്നത്. അപ്പോൾ സീസണോടനുബന്ധിച്ച് തന്നെ നമ്മുടെ ഒരുപാട് കൂട്ടുകാരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വെളിയിലുള്ള ആൾക്കാരൊക്കെ ഇവിടെയാണോ പണിക്ക് വരുന്നത്? അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് തന്നെയാണ്. തിരമാലയുടെ ഒരു ശക്തത കൊണ്ട, അതായത് സാധാരണ ഒരു തിര അടിച്ച് അത് അവസാനിച്ചതിന് ശേഷമാണ് അടുത്ത തിര വരേണ്ടത്. പക്ഷേ ഇത് അങ്ങനെയല്ല, കണ്ടിന്യൂസ്ലി അങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാ. തിര ഒന്ന് അടിച്ച് തീരുന്ന മുൻപേ അടുത്ത തിര വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് പൂന്തറക്കാരുടെ ഒരു അവസ്ഥയെന്ന് പറയുന്നത്. പൂന്തറ മാത്രമല്ല, ഇതുപോലെ പല സ്ഥലങ്ങളുണ്ട് കേട്ടോ, പല തീരദേശങ്ങളുണ്ട് ഇതുപോലെ ഈ കടലാക്രമണം കാരണം ഇതുപോലുള്ള ഒരു അവസ്ഥയിലുള്ള കടപ്പുറങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൂന്തറ, ട്രിവാൻഡ്രം ജില്ലയിലെ പൂന്തറ എന്ന് പറയുന്ന ഈ നിവാസികൾക്ക് തീർച്ചയായിട്ടും ഒരു മിനി ഹാർബറിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പുലിമുട്ടും കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു അവസാന ഘട്ടമോ കാര്യങ്ങളോ ഒന്നും തന്നെ ആയിട്ടില്ല കേട്ടോ. നമുക്ക് ദൂരോട്ട് പോയി കഴിഞ്ഞാൽ, പൂന്തറ പള്ളിയുടെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ പുലിമുട്ടൊക്കെ നിർമ്മിക്കുന്ന ആ ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ കാണുന്ന കല്ലൊക്കെ കണ്ട് ഇവിടെ അത്യാവശ്യം പുലിമുട്ടൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഇതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു സംഭവം മാത്രമാണ്. ഇനിയും പറയാൻ പറ്റത്തില്ല. ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഈ തിര അതാണ്ട് ഈ റോട്ടിലേക്ക് വരാനായിട്ട് സാധ്യത ഉണ്ട്. അപ്പം നമ്മളേതായാലും ഒരു സർക്കാരിനും കുറ്റമൊന്നും പറയുന്നില്ല കേട്ടോ. മുൻപിലിരുന്ന സർക്കാർ ഏകദേശം കുറച്ച് കാര്യങ്ങൾ ചെയ്തു വച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പുതിയ സർക്കാർ ഭരണത്തിലേക്ക് വന്നു. അപ്പോൾ നിങ്ങളെങ്കിലും ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക്, അതായത് ആയിരക്കണക്കിന് വരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ഉപജീവന മാർഗ്ഗം ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മത്സ്യവിപണനം ഇവിടെ തന്നെ നടക്കുകയും ചെയ്യും. അതുപോലെ അത്യാവശ്യം നമ്മുടെ ഈ വിഴിഞ്ഞ ഫിഷിംഗ് ഹാർബറിൻ്റെ അകത്ത് കുറച്ച് തിരക്കും കുറയാനായിട്ട് സാധ്യത ഉണ്ട്. ബന്ധപ്പെട്ട അധികാരികളിലോട്ട് ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അവരൊന്ന് കാണട്ടെ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞിട്ട്.